നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നോക്കൗട്ടിൽ പുലിയാകുന്ന വിനി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ട് സ്റ്റേജിലെത്തിയ പിന്നെ വിനി വേറെ ലെവൽ കളിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്നലെയും നമ്മൾ കണ്ടല്ലോ എന്തൊരു കളിയാണ് അവൻ കളിക്കുന്നത് പറഞ്ഞാൽ അവസരങ്ങൾ കുറേ മിസ് ചെയ്തൊക്കെ ശരിയാണ്. എന്നാൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം ഇരട്ട ഗോളുകൾ നേടി കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും വിനി ജൂനിയർക്കായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയെ 2-1 റയൽ തോൽപ്പിച്ചപ്പോൾ 2 ഗോളുകൾ, 7 ഷോട്ട് തീർത്തു, 1 ഓൺ ഗോളിലേക്ക്, 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പിന്നെ 27 പാസുകളിൽ 21 കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 78% പാസിംഗ് ആക്യുറസി. ഏതായാലും മോശമല്ലാത്ത പ്രകടനം തന്നെ. ഇതോടുകൂടി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ലയണൽ മെസ്സിക്ക് മാത്രമാണ് വിനി ജൂനിയറേക്കാൾ നോൺ യൂറോപ്യൻ പ്ലെയേഴ്സിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ട് സ്റ്റേജ് ഗോളുകളുള്ളൂ. സാക്ഷാൽ ലിയോ മെസ്സിക്ക് തൊട്ടുപുറകിലാണ് വിനി നിൽക്കുന്നതെന്നർത്ഥം. വിനി ജൂനിയർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ കളിച്ച കളികളിൽ, ഇന്നേ വരെ അദ്ദേഹം കളിച്ച കളികളിൽ 2 കളികളിലെ ഗോൾ കോൺട്രിബ്യൂഷനും ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ ആ കളിക്കാരൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കണം. പഴയകാല കളി മുതലെടുക്കാം. അയാക്സിനെതിരെ നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹം ആദ്യമായി കളിക്കുമ്പോൾ അന്ന് അസിസ്റ്റ് ഉണ്ടായിരുന്നു. സിറ്റിക്കെതിരെ അടുത്ത കളി അസിസ്റ്റ് ഉണ്ടായിരുന്നു. അറ്റ്ലാന്റയ്ക്കെതിരെ അടുത്ത കളി അസിസ്റ്റ് ഉണ്ടായിരുന്നു. ലിവർപൂളിനെതിരെ ഇരട്ട ഗോളുകളായിരുന്നു. പിന്നെ അദ്ദേഹം ഗോളോ അസിസ്റ്റോ ഇല്ലാതെ പൂർത്തിയാക്കിയ ഒരു കളി 2020-21 ചെൽസിക്കെതിരെയാണ്. അതിനുശേഷം PSG-ക്കെതിരെ വീണ്ടും അസിസ്റ്റ്, ചെൽസിക്കെതിരെ ഇരട്ട അസിസ്റ്റ്, പിന്നെ സിറ്റിക്കെതിരെ ഗോള്, ലിവർപൂളിനെതിരെ ഗോള്, ലിവർപൂളിനെതിരെ ഇരട്ട ഗോളും അസിസ്റ്റും, ചെൽസിക്കെതിരെ 3 അസിസ്റ്റ്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോള്, ലീപ്സിഗിനെതിരെ ഗോള്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇരട്ട അസിസ്റ്റ്, ബയേണിനെതിരെ ഇരട്ട ഗോള്, ഡോട്ട്മുണ്ടിനെതിരെ ഗോള്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അസിസ്റ്റ്, പിന്നെ ഒരു മിസ്സിംഗ് വരുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ഗോളും അസിസ്റ്റും ഇല്ലാത്തൊരു കളിയാണ്. അത് കഴിഞ്ഞ് ആഴ്സണലിനെതിരെ വീണ്ടും ഗോള്, ബെൻഫിക്കയ്ക്കെതിരെ ഇരട്ട ഗോളുകൾ, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇരട്ട ഗോളും അസിസ്റ്റും നേടുന്നു. അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു പ്രകടനമാണ് വിനി ജൂനിയർ നോക്കൗട്ട് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കൗട്ട് ടൈസിൽ ഗോൾ അടിക്കാതെ കയറിയിട്ടുള്ളത് 2 ടൈകളിൽ മാത്രമാണ്. ബാക്കി ഇത് കളികൾ എന്ന് പറയുമ്പോൾ ദിവാദ മത്സരങ്ങൾ ഒരുമിച്ചെടുത്താണ് നമ്മൾ പറയുന്നത്. വളരെ കൃത്യമാണ്. നോക്കൗട്ട് പോരാട്ടങ്ങളിൽ, ദിവാദ പോരാട്ടങ്ങളിൽ വിനിയുടെ ഗോളോ അസിസ്റ്റോ ഇല്ലാതെ കടന്നുപോയിട്ടുള്ള 2 പോരാട്ടങ്ങളാണ്. അതാണ് വിനിയെ വ്യത്യസ്തനാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഗെയിംസ് വരുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും മികവിലേക്ക് ഉയരുന്നു. ഇനി ഒരു കാര്യം കൂടി, വിനി ജൂനിയർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഡെബ്യൂ ചെയ്തതിന് ശേഷം ഒരു പ്ലെയർക്കും ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ഇല്ല. വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മുതൽ 28 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ആണ് UCLൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.